നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മീനാസ് അമേസിംഗ് വേൾഡ്. ഞാൻ ഇന്ന് ചെയ്യുന്നത് അഗ്ലോണിമ കുറച്ച് റിപ്പോർട്ട് ചെയ്യാണ്. അതിനകത്ത് കുറേ ഷൂട്ടുകൾ വന്നിട്ടുണ്ടെന്ന് ഞാൻ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ഒരെണ്ണത്തിൽ തന്നെ. അപ്പോൾ അങ്ങനെ അതിന് വേണ്ടിയിട്ട് അത് എടുത്ത് വെച്ചതാണ്. പിന്നെ ഞാൻ ഇതൊന്ന് ഇളക്കാൻ നോക്കിയിട്ട് ഒരു തരത്തിലും പറ്റുന്നില്ല. ഞാൻ കാണിച്ചു വെച്ച അബദ്ധമാണ്. എനിക്ക് ഇങ്ങനെ ചെടിയോടൊന്നും പണ്ടത്ര ക്രേസൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ അങ്ങനെ ചെടി ആരെങ്കിലും നട്ട് വെക്കുകയാണെങ്കിൽ അതിൽ വെള്ളം നനച്ച് കൊടുക്കുക എന്നൊരു ജോലി മാത്രമേ ഞാൻ ചെയ്യത്തുള്ളൂ. എന്നാണ് എനിക്ക് മണ്ണിലൊന്നും തൊടാൻ അത്ര ഇഷ്ടമുള്ള ഒരാളല്ലായിരുന്നു. ഇപ്പോൾ പക്ഷേ ഞാനെല്ലാം ചെയ്യും. അങ്ങനെ വന്നപ്പോൾ അപ്പോൾ എനിക്ക് അറിയില്ല ശരിക്കും ചെടി എങ്ങനെയൊക്കെയാണ് നടേണ്ടത്. ഓരോ ചെടിക്കും ഓരോ പ്രത്യേകമായിട്ട് മണ്ണ് വേണം, വളങ്ങൾ പ്രത്യേകം വേണം, അങ്ങനെ ഒന്നും അറിയില്ല. അറിയാതെയാണ് ഞാനിങ്ങനെ ഇതിലോട്ട് വന്നത് കേട്ടോ. ഈ ഗാർഡനിങ്ങിലോട്ട് വന്നത് ഒന്നും അറിയാതെയാണ് വന്നത്. സീറോയിൽ നിന്ന് വന്ന ഒരാളാണ്. എൻ്റെ അമ്മ നന്നായിട്ട് ചെടിയൊക്കെ നടും, പക്ഷേ അതൊന്നും ഞാൻ പോയി കാണാറൊന്നുമില്ല. വെള്ളം നനച്ച് കൊടുക്കും, അത് മാത്രമേ എനിക്ക് അറിയത്തുള്ളായിരുന്നു. അപ്പോൾ ഇത് എടുത്തപ്പം ഒരുപാട് വിഷമിച്ചു. ഇതൊന്ന് പലതാക്കി എടുക്കാൻ ഞാൻ രാവിലെ നന്നായിട്ട് കഷ്ടപ്പെട്ടു കേട്ടോ. കാരണം ഒരു തരത്തിലും വരുന്നില്ലായിരുന്നു. അതിനകത്ത് കൊക്കോപിറ്റൊക്കെ തീരെ കുറച്ചേ ഉള്ളായിരുന്നു. അതുകൊണ്ടാണ് ഇത് ഇത്രയും നാളായിട്ടും ഇത്രയൊക്കെ എന്നാലും വന്നു കേട്ടോ. ഞാൻ പല പ്രാവശ്യം ഇതിൻ്റെ ഇടയ്ക്ക് അതൊന്ന് വളർന്ന് പൊങ്ങി വരുമ്പോഴത്തേക്ക് അതിനെ ഒന്ന് വെട്ടിയെടുത്ത് അങ്ങനെയൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ പല പല ഷൂട്ടുകളൊക്കെ വന്നത് കേട്ടോ. പക്ഷേ അതിൻ്റെ മണ്ണ് ഭയങ്കര ടൈറ്റായിരുന്നു. അപ്പം ഞാനിത് മണ്ണ് കംപ്ലീറ്റ് എടുത്ത് മാറ്റിയതിന് ശേഷം കൊക്കോപിറ്റും വെർമിക്കുലേറ്റും പിന്നെ പെർലൈറ്റും മാത്രമാണ് ചേർക്കുന്നത്. ഇപ്പോൾ ഒത്തിരി എനിക്കൊരു 5 6 ഷൂട്ട് കിട്ടിയിട്ടുണ്ട്. അതിനകത്തുനിന്ന് രണ്ടെണ്ണം മദർ പ്ലാന്റ് ആയിട്ടും വെച്ചിട്ടുണ്ട്, മറ്റേത് കുഞ്ഞതുമാണ്. അപ്പോൾ അതിനെയൊക്കെ പ്രത്യേകം ഓരോന്നായിട്ട് മാറ്റി നട്ട് വെക്കുകയാണ് കേട്ടോ. ഇതിനകത്തിപ്പോൾ പെർലൈറ്റ് ഇത്രയും കൂടി ഇട്ടതിന് ശേഷം പിന്നെ നന്നായിട്ട് ഞാൻ കൊക്കോപിറ്റും ഇട്ട് മണ്ണ് തീരെ എനിക്ക് തോന്നുന്നു ഒരു 1-2 പിടി, അങ്ങനെ അത്ര കുറച്ച് മണ്ണേ ചേർത്തിട്ടുള്ളൂ. ഇത് നന്നായിട്ടൊന്ന് ആയതിന് ശേഷം പിന്നെ ഏതിനോട്ടെങ്കിലും മാറ്റി നടുവോ അല്ലെങ്കിൽ ഇതിന് ശരിക്കും മണ്ണ് വേണ്ടെന്നാണ് പറയുന്നത്. ഇത് തന്നെ ധാരാളമാണ്. പിന്നെ ഒത്തിരി വെള്ളം വേണ്ട. പിന്നെ വെള്ളം പെട്ടെന്ന് പോകുന്ന പോട്ടായിരിക്കണം. അതിൻ്റെ പോട്ടിംഗ് മിക്സും അങ്ങനെ തന്നെ ആയിരിക്കണം എന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഇതെല്ലാം കൂടെ ഇട്ടിട്ട് ഞാൻ മിക്സ് ചെയ്ത് റെഡിയാക്കി എടുത്തതിന് ശേഷമാണ് ഇതിനെ മുഴുവൻ നട്ടെടുത്തത് കേട്ടോ. ഇത് കുറേ ഉണ്ട് കേട്ടോ. ഇത് പിന്നെ ഒരു കുഞ്ഞ് അഗ്ലോണിമയാണ്. അത് വേറെ മേടിച്ചതിൻ്റെ നേരത്തെ ഞാൻ നട്ട് വെച്ചതിനകത്ത് അതിൻ്റെ കൂട്ടത്തിൽ മേടിച്ചതാണ്. ആകെ ഒരു ഇലയും ഒരു കുഞ്ഞ് ചെടിയാണ് കേട്ടോ. അതിനെ വീണ്ടും ഞാൻ ഈ പോട്ടി മിക്സിലോട്ട് തന്നെ മാറ്റി നട്ടു. അതിനകത്ത് ഇനിയിപ്പോൾ കിളുത്ത് വന്നോളുമായിരിക്കും. ഒരിലയും മിച്ചം ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. പിന്നെ ബാക്കിയുള്ളതെല്ലാം നട്ടു വെച്ചു. അത് കംപ്ലീറ്റ് തീർത്ത് കേട്ടോ. പിന്നെ ഇത്ര എണ്ണമാണ് എനിക്ക് കിട്ടിയത്. ആ ഒരൊറ്റ പോട്ടിൽ നിന്ന് എനിക്ക് കിട്ടിയതാണ് ഇത്രയും. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ ചെമ്പരത്തി ഇവിടെ കുറേ വെട്ടാൻ നിപ്പുണ്ടായിരുന്നു. അപ്പോൾ അത് കുറേയെല്ലാം വെട്ടിയെടുത്ത് നഴ്സറിയിലേക്ക് കൊടുത്ത് വിടാനായിട്ട് വെട്ടിയെടുക്കണം. അതിൻ്റെ അകത്ത് ഉള്ള പൂവാണ് കേട്ടോ. അതിനകത്ത് ഒരു നല്ല കളറാണ്. നടുക്ക് ഭാഗത്ത് നല്ലൊരു മെറൂൺ കളറും ചുറ്റും നല്ല ഓറഞ്ച് കളറും വലിയ പൂവാകും കേട്ടോ. ഇതിപ്പം കുഞ്ഞു പൂവാണ്, പക്ഷേ ഇതല്ല, ഇത് ശരിക്കും ഉള്ളത് നല്ല വലിയ പൂവാണ്.
പിന്നെ കുഞ്ഞ് ഇതിൻ്റെ എല്ലാം നടുക്കിരിപ്പുണ്ട്. ഇത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ കംപ്ലീറ്റ് ഒന്ന് വൃത്തിയാക്കി എടുത്ത് കേട്ടോ. പിന്നെ മണ്ണ് വാരി എടുത്തുകൊണ്ടിരുന്നപ്പോഴാണ് അതിനകത്തൊരു വേര് കിട്ടിയത്. വേരല്ല, ഒരു ചെറിയ തണ്ടോടെ അഗ്ലോണിമയുടെ, ഇപ്പം നമ്മളെടുത്ത അഗ്ലോണിമയുടെ തന്നെ ഒരു ചെറിയ കഷ്ണം കിട്ടിയത്. അപ്പോൾ അത് ഞാൻ കളഞ്ഞില്ല. ഞാൻ എന്നിട്ട് ചെറിയൊരു പോട്ടിലോട്ട് അതിനെ അങ്ങ് നട്ട് വെച്ച്. പിന്നെ കംപ്ലീറ്റ് ഇവിടെ എല്ലാം ഒന്ന് വൃത്തിയാക്കിയതിന് ശേഷം അപ്പം ഞാൻ അപ്പുറത്തോട്ട് പോയിട്ട് മേളിൽ നിന്ന് ഈ മണി പ്ലാന്റിൻ്റെ ഇത് താഴെ പൊട്ടി വീണ്. എങ്ങനെയാണ് വീണേന്ന് അറിയില്ല. എന്നാൽ അതിൻ്റെ ചെയിനൊന്നും പൊട്ടിയിട്ടുമില്ല, ആ പോട്ടും പൊട്ടിയിട്ടില്ല. പക്ഷേ അത് മേളിൽ നിന്ന് താഴെ ഞാൻ മേളത്തെ നിലയിൽ അവിടെ സൈഡിൽ ഹാങ് ചെയ്തിട്ടിരുന്നതാണ്. അത് ഒരു ഒച്ചയോടെ കൂടെ താഴോട്ട് വീണത്. എങ്ങനെയാണ് വീണേന്ന് അറിയില്ല. എന്തായാലും അതിനെ എടുത്ത് ഞാൻ സൈഡിൽ വെച്ചിട്ടുണ്ട്. ഇനി അതിനെ ഒന്നും കൂടി ഒന്ന് നോക്കി ഇച്ചിരി മണ്ണൊക്കെ ഇട്ടിട്ട് കൊണ്ടുപോയി വീണ്ടും തൂക്കിയിടണം. പിന്നെ ഞാൻ ഇന്ന് നട്ട് പിടിപ്പിച്ചതിനെല്ലാം ഓരോ സൈഡിലോട്ട് ഒതുക്കി വെച്ച്. ഇപ്പം അധികം വെയിലും, ഇന്ന് ഭയങ്കര വെയിലായിരുന്നു ഇവിടെ. അപ്പോൾ അത് കാരണം അങ്ങോട്ടൊന്നും വെക്കാണ്ട് സൈഡിൽ തന്നെ ഒതുക്കി വെച്ചിട്ട് എല്ലാത്തിനും വെള്ളമെല്ലാം ഒഴിച്ചു കൊടുത്തു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതായിരുന്നു. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്ത് അറിയിക്കുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.